ഞാൻ ഇറങ്ങട്ടെ? മോളെ, മിനിക്കുട്ടി, എണീക്കു മോളെ. അമ്മ പോയിട്ട് വരാം. ഇന്നു മുതൽ ചെല്ലാന്ന് പറഞ്ഞിരിക്കല്ലേ. ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്, ചമ്മന്തി അരച്ചു, മോര് കാച്ചണം, കട്ടൻ കാപ്പി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങരുത് കേട്ടോ. അമ്മ ചെല്ലട്ടെ? ഞാനെന്നാ? ആ, ശരി. ആ, രമണിയോ? വാ. സൗമ്യയുടെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്നതാ. അവർ അതുവഴിക്ക് അങ്ങ് പോയി. ഇച്ചയെ കണ്ടേച്ച് വന്നേക്കാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറി. അതേതായാലും നന്നായി. ഞാൻ ഇന്നൂടി നിന്റെ കാര്യം ഓർത്തേ ഉള്ളൂ. ആ, നീ ചോറുണ്ടോ? ഇല്ലെങ്കിൽ ഇത്തിരി കഴിക്ക്. മീനില്ല, ചമ്മന്തി മോരും ഉണ്ട്. ഇച്ചയെ അവിടെ ഇരിക്ക്. ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് കഴിച്ചതാ. എന്നാ നീ കയറിയിരിക്കും. ഓ വേണ്ട, വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ചെയ്. എന്തു പറയാനാ രമണി, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഗോപാലൻ നായർ സ്വൈര്യം തരുന്നില്ല. വാടക 50 രൂപ കൂട്ടിത്തരാന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അയാൾ സമ്മതിക്കുന്നില്ല. 5-6 വർഷമായില്ലേ. ഇറങ്ങി കൊടുത്തില്ലെങ്കിലോ എന്നുള്ള പേടി അയാൾക്ക്. ഇവിടുന്ന് ഇറങ്ങി ഞാനും പിള്ളേരും കൂടി എങ്ങോട്ട് പോവാനാ? പോയാൽ തന്നെ എവിടുന്ന് പണി കിട്ടാനാ? അതൊന്നും പറഞ്ഞിട്ട് ആ കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യന് കേൾക്കുക വേണ്ട. ഒക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. എന്നാ പിന്നെ ഇച്ചയും പിള്ളേരും എൻ്റെ അടുത്തോട്ട് പോര്.
അതെങ്ങനെ ഒക്കും രമണി? നിങ്ങൾക്ക് തന്നെ സൗകര്യം കഷ്ടിയല്ലേ? മാത്രമല്ല, പിള്ളേര് സ്കൂളിൽ പോകാനും ഞാൻ പണിക്ക് പോകാനും ഒക്കെ എന്തു ചെയ്യും? അതും നേരാ. അതുങ്ങൾ സ്കൂളിലോട്ട് പോയോ? പോയി. പാവൻ രാവിലെ എണീറ്റ് എല്ലാം ഒതുക്കി വെച്ച മിനിക്കുട്ടി സ്കൂളിൽ പോകുന്നേ. മറ്റവള് മടിച്ചിയാ. അവള് കൊച്ചല്ലേ. രണ്ടിനെ ഒന്ന് കര പറ്റിച്ചാലേ എനിക്കൊന്ന് ഉറങ്ങാനെങ്കിലും പറ്റൂ. കൊള്ളാലോ. ഇതെവിടുന്നാ? ആ, അച്ഛൻ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതാ. ഇതിൽ നോക്കിയിരിക്കുമ്പോ അടുത്തുള്ളതുപോലെ തോന്നും. ഇച്ചയി സമാധാനമായിട്ടിരിക്കെ. എല്ലാത്തിനും ഒരു വഴി ദൈവം കാണിച്ചു തരും. ആ, സത്യത്തിൽ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. സൗമ്യ രണ്ടാമതും ഗർഭിണിയാ. ടെസ്റ്റിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയേ. മൂത്ത കൊച്ചിന് 2.5 വയസ്സല്ലേ ആയുള്ളൂ. ഏതു നേരവും നിർബന്ധമാ. അവക്കാണെങ്കി വയ്യ. എനിക്ക് പണിക്കും പോണം. ഇച്ചയി മിനിക്കുട്ടിയെ ഒന്നങ്ങോട്ട് വിടുവോ? അവിടെ നിന്ന് പഠിക്കാലോ. കൊച്ചിനെ നോക്കാൻ ഒരു സഹായവും ആവും. അവനാണെങ്കിൽ മിനിച്ചേച്ചി ജീവനാ. ചെലവെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവൾക്ക് സ്കൂളിൽ പോകണ്ടേ രമണി? ഇത്രയും ദൂരം എങ്ങനെയാ? സ്കൂളിലെ വണ്ടി പോകുന്നത് അതുവഴിയല്ലയോ? അതില് പോകരുതോ? അതൊക്കെ ഒരുപാട് ചെലവല്ലേ രമണി? ചെലവൊന്നും ഇച്ചയെ നോക്കണ്ട. അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. 2 ആഴ്ച കൂടുമ്പോ അവളിങ്ങ് വരുമല്ലോ. കൂടപ്പിറപ്പുള്ളപ്പോ വല്ലവരെ ആശ്രയിക്കുന്ന എന്തിനാ? ഇച്ചയെ എന്താ ആലോചിക്കുന്നേ? ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് പറയാതെ തന്നെ ഇച്ചയ്ക്ക് അറിയാലോ. എന്നാ ഞാൻ വരേണ്ടതെന്ന് ഇച്ചയെ അറിയിച്ചാ മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. മോളെ, അമ്മ മോളെ നടന്നുള്ളതാണെന്ന് വിചാരിക്കില്ലേ? കുഞ്ഞമ്മയ്ക്ക് ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഞാനെന്താ മരിക്കാൻ പോവാണോ? അടുത്ത ആഴ്ച ഞാനിങ്ങി വരത്തില്ലേ? സൗമ്യ ചേച്ചിയും ജിത്തുമോനും ഒക്കെ ആയി അവിടെ എന്ത് രസമായിരിക്കും. ഞാൻ പഠിച്ച് ടീച്ചറാവുമ്പോ അമ്മയുടെ കഷ്ടപ്പാടെല്ലാം തീരും. ഓഹോ, വീണ്ടും സുധക്കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ? ഒന്നുമില്ല മോളെ. അമ്മേ, ഞാൻ സന്തോഷായിട്ട് തന്നെയാ പോണത്. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും എനിക്ക് ഒരുപോലെയാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ഇപ്പോഴേ പോയാ വെയിലുറക്കുന്നതിന് മുമ്പേ അങ്ങെത്താം. മുളുവാ. പോട്ടെ അമ്മേ. ശരി, പോട്ടെ മോളെ. അയ്യോ, എന്താ മോളെ? അയ്യോ, മാറി നിക്ക്. ചവിട്ടല്ലേ, ഇതാ വരുന്നു. മാറ്.
ജോലിയൊക്കെ കഴിഞ്ഞോ അമ്മേ? മോൾ എന്താ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നേ? ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അമ്മേ. പരീക്ഷ വരെയല്ലേ. കുഞ്ഞമ്മ പറഞ്ഞു പോണ്ടാന്ന്. അതുകൊണ്ടാ. ഓ, വിവരം അറിയാതെ ഞാൻ പേടിച്ചു പോയി. ഇനി എല്ലാ ആഴ്ചയും കൃത്യമായി വരും. വാ അമ്മേ. ഗോപാലൻ നായർ എന്തു പറഞ്ഞമ്മേ? ഓ, 200 രൂപയാ കൂടുതൽ ചോദിക്കുന്നേ. അതും 6 മാസത്തേക്ക്. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കണ്ടേ? ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. രമണിയോട് പറയണം അവിടെ എങ്ങനെ ഒരു ചെറിയ വീട് നോക്കാൻ. ഒരു മുറിയായാലും മതിയായിരുന്നു. അത് വേണ്ടമ്മേ. എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരും. അമ്മ വിഷമിക്കാതിരിക്കെ. ഓണപരീക്ഷയ്ക്ക് ഞാനാ അമ്മേ ക്ലാസ്സിൽ ഫസ്റ്റ്. ആണോ? ആ. രാജസ്ഥാൻ വളയാ. ഇത് എവിടുന്നാ മിനിക്കുട്ടി? രമണി കുഞ്ഞമ്മ വാങ്ങി തന്നതാ. കഞ്ഞി എടുക്കാം. എന്താ മോളെ? ഒന്നുമില്ലമ്മേ. എനിക്ക് നാളെ തന്നെ പോണം. മറ്റന്നാൾ അവധിയല്ലേ? പിന്നെന്തിനാ നാളെ തന്നെ പോന്നേ? ഇതിനാണോ ഇങ്ങോട്ട് ഓടി വന്നേ? അതല്ല കുഞ്ഞ്. ആ, അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കോ. അടുത്ത ആഴ്ച നീ വരുമല്ലോ. ആ. വെളുപ്പിനെ ഇങ്ങ് എത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിന്റെ തള്ളയോടെന്തെങ്കിലും പറഞ്ഞോടി. അതാ എല്ലാവർക്കും നല്ലത്. ആ, നീ വേഗം പോയിരുങ്ങ്. ഒരിടം വരെ പോവാനുണ്ട്. ആ, വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ശരി, എത്തിയേക്കാം. ഒത്തിരി നാളായില്ലേ എന്റെ മോൾക്ക് അമ്മ ചോറ് കെട്ടി തന്നു വിട്ടിട്ട്. ഇത് മുഴുവനും കഴിക്കണം കേട്ടോ. എന്റെ മോള് പഠിച്ച് ഒരു ജോലി കിട്ടിയിട്ട് വേണം നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ. അമ്മ
സുധേ, നിനക്കൊരു ഫോണുണ്ട്. മോളെ, മോളെ, എന്താ, എന്തു പറ്റി? പറ, എന്തു പറ്റി? മോളെ, എന്താ? മോളെ, മോളെ, അയ്യോ, അയ്യോ, ആരെങ്കിലും ഒന്ന് വരണേ. മോളെ, മോളെ, എന്റെ പൊന്നു മോളെ, എന്ത് പറ്റി? മോളെ, കണ്ണു തുറക്കും മോളെ, മോളെ, അമ്മയുടെ മോളൊന്ന് കണ്ണു തുറക്ക്, അമ്മയുടെ മോള് കണ്ണു തുറക്കും മോളെ. ആ അനിയത്തിപ്പെണ്ണി രമണി വിളിച്ചോണ്ട് പോയതല്ലേ? അവർക്കതായിരുന്നു പോലും ബിസിനസ്. പെണ്ണിന് വയറ്റിലുണ്ടായിരുന്നെന്ന ആൾക്കാർ പറയുന്ന ആരുടേതാന്ന് ആർക്കറിയാം. എന്തായാലും വലിയ ചതിയായിപ്പോയി. ഇത്രയും നാളായിട്ടും തള്ളെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അവളോട് ചേർന്നുകൊണ്ടാണോ ഇതെല്ലാം? കാശിന്റെ ഏർപ്പാടല്ലേ? ആയിരിക്കും, ആർക്കറിയാം. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിയിടുമ്പോ ഗോപാലൻ നായർ ദേഹോപദ്രവം ഏൽപ്പിച്ചോ? ഇല്ല. ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് ജോലിക്കോ ബുദ്ധിമുട്ടാവില്ലേ? അവരെന്നെ പറഞ്ഞു വിട്ടു. അതെന്താ? കേസും അറസ്റ്റും ഒക്കെ എല്ലാവരും അറിഞ്ഞത് അവർക്ക് നാണക്കേടായി. അവരെ കൂടി നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. തൽക്കാലം ഇവിടെ താമസിച്ചോളൂ. ഇനി എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ശരി. പിന്നെ സുധേ, രമണി ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് ഇന്ന് രാവിലെ. അവള് വീട്ടിലേക്കാണ് പോയത്. പടി കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണ് സുധ കേസിന് പോയതെന്ന് അവൾ ആരോടൊക്കെയോ പറഞ്ഞെന്ന്. എന്റെ മോളെവിടെ? എന്റെ മോളെ നീ കൊന്നല്ലടി. ഇറങ്ങിപ്പോയ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാം.
എന്റെ മോളെത്താ.